പലപ്പോഴും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നമ്മൾ നൽകാറുണ്ട് പ്രേക്ഷകർക്കായി. മഴ മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. മഴക്കാലമാണ്, സൂക്ഷിക്കണമെന്ന് പറയാറുണ്ട്. ഇപ്പോൾ വളരെ പ്രത്യേകതയുള്ള അല്ലെങ്കിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം, അങ്ങനെയുള്ളൊരു ജാഗ്രതാ നിർദ്ദേശമാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. ഇന്നും നാളെയും കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു. ഇന്നത്തെ കാലാവസ്ഥ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, കുറച്ച് ചൂട് കൂടുതലുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാം. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി ഒരുപാട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാഹചര്യം ഉണ്ടാവുകയാണ്. പൊതുജനങ്ങൾ താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. പകല് 11 മുതൽ വൈകിട്ട് 3 വരെയുള്ള സമയത്ത് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക. പരമാവധി വെള്ളം കുടിക്കുക. അത് ശുദ്ധജലമായിരിക്കാൻ ശ്രദ്ധിക്കുക. ദാഹമില്ല എന്ന് പറഞ്ഞ് വെള്ളം കുടിക്കാതിരിക്കുക. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന സംഗതികളാണ് മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ. അതൊക്കെ പകൽ സമയത്ത് ഒഴിവാക്കുക. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക. ORS ലായനി, സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. കാരണം താപനില കൂടുതലാണ് ഈ ദിവസങ്ങളിൽ. അതുകൊണ്ട് തന്നെ അവിടെ ശ്രദ്ധാലുക്കളായിരിക്കുക. ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. അതിനോട് ചേർന്ന് താമസിക്കുന്നവർ ശ്രദ്ധിക്കുക. സ്ഥാപനങ്ങളുള്ളവർ ശ്രദ്ധിക്കുക. പ്രത്യേകം ജാഗ്രത പാലിക്കുക. ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വനയോര മേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കുക. കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് കർശനമായി പാലിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കണം. ക്ലാസ് മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കണം. പരീക്ഷാകാലമാണ്. പരീക്ഷാ ഹാളുകളിലും ജലലഭ്യത ഉറപ്പാക്കണം. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. കൂടുതൽ വെയിലേൽക്കുന്ന സാഹചര്യത്തിൽ അസംബ്ലികളും മറ്റു പരിപാടികളും ഒഴിവാക്കുക. സമയക്രമീകരണം നടത്തുക. കുട്ടികളെ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന സ്കൂളുകൾ 11 മുതൽ വൈകിട്ട് 3 വരെ നേരിട്ട് കുട്ടികൾക്ക് ചൂടേൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അംഗനവാടി കുട്ടികൾക്ക് ചൂടേൽക്കാത്ത തരത്തിലുള്ള സംവിധാനം നടപ്പാക്കാൻ അതാത് പഞ്ചായത്ത് അധികൃതരും അംഗനവാടി ജീവനക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം. കിടപ്പ് രോഗികൾ, പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, മറ്റ് രോഗങ്ങൾ മൂലമുള്ള അവശത അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാം പകൽ 11 മണി മുതൽ 3 മണി വരെ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്തരം വിഭാഗങ്ങൾക്ക് എളുപ്പത്തിൽ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. ഇരുചക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ ഉച്ച സമയത്ത്, അതായത് നേരത്തെ പറഞ്ഞ ആ സമയ ലിമിറ്റിൽ 11 മണി തൊട്ട് 3 മണി വരെ സുരക്ഷിതരാണെന്ന് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തണം. ചൂടേൽക്കാതിരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വസ്ത്രധാരണം നടത്താൻ അവർക്ക് നിർദ്ദേശം നൽകുക. ആവശ്യമെങ്കിൽ യാത്രക്കിടയിൽ അല്പസമയം വിശ്രമിക്കാനുള്ള അനുവാദം നൽകണം. അതുപോലെ മാധ്യമപ്രവർത്തകർ, പോലീസ് ഉദ്യോഗസ്ഥർ അവരൊക്കെ കുടകൾ ഉപയോഗിക്കുക. നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കുടിവെള്ളം നൽകി നിർജ്ജലീകരണം തടയാൻ സഹായിക്കുക. പൊതുപരിപാടികൾ, സമ്മേളനങ്ങൾ എന്നിവ നടത്തുമ്പോൾ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ കുടിവെള്ളം, തണൽ ഇത് വേണ്ടുവോളം ലഭിക്കുന്നുവെന്ന് സംഘാടകർ ഉറപ്പുവരുത്തുക. കഴിയുന്നതും പകൽ 11 മുതൽ വൈകുന്നേരം 3 മണി വരെ സമ്മേളനങ്ങൾ കഴിയുന്നത് ഒഴിവാക്കുക. വിശ്രമം ഉണ്ടെങ്കിൽ യാത്രയിൽ പോകുന്നവർ വിശ്രമം ആവശ്യമുണ്ടെങ്കിൽ വിശ്രമത്തോടെ യാത്ര തുടരുക. എപ്പോഴും കയ്യിൽ ഒരു കുപ്പി വെള്ളം കരുതുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട കരുതുക. എന്തായാലും മഴയായാലും ചൂടായാലും അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിലുള്ള സാഹചര്യമാണ് ഒരുക്കുന്നതെങ്കിൽ ജാഗ്രത പാലിക്കാൻ മടിക്കാതിരിക്കുക, മറക്കാതിരിക്കുക. ന്യൂസ് ഡെസ്ക് കർമാസ്.